നമസ്കാരം. ബുള്ളറ്റിനിലേക്ക് സ്വാഗതം. ഇന്ന് തിരുവോണ ദിവസമായതിനാൽ എല്ലാവരും ഓണാഘോഷ തിരക്കിലും ഓണാഘോഷ പരിപാടികളിലും ഒക്കെ പങ്കെടുക്കുന്ന ആ ഒരു സമയത്ത് ഇവിടെ അതിദുഃഖകരമായൊരു വാർത്തയാണ് പുറത്തുവിടുവാനുള്ളത്. ഭർത്താവ് സ്വന്തം ഭാര്യയെ വെട്ടിക്കൊന്ന ശേഷം തൂങ്ങി മരിച്ചിരിക്കുന്നു എന്നുള്ള ആ ഒരു വിവരമാണ് പുറത്തു വന്നിരിക്കുന്നത്. ഇത് മല്ലപ്പള്ളി ഗ്രാമപഞ്ചായത്തിലാണ് ഇങ്ങനെയൊരു സംഭവ വികാസം നടന്നിരിക്കുന്നത്. നാട്ടുകാരും അതുപോലെ തന്നെ എല്ലാവരും ഒരു ഞെട്ടൽ ഉളവാക്കിയിരിക്കുന്ന ഒരു സംഭവമാണ്. കാരണം എല്ലാവരും അതിസന്തോഷത്തോടു കൂടി ഇന്നത്തെ ഒരു ദിവസം കഴിച്ചു കൂട്ടേണ്ട ഒരു സമയമാണ്. ഇതെന്താണ് ഇതിൻ്റെ പിറകിലുള്ള സംഭവം എന്ന് പോലീസ് അന്വേഷിക്കുന്നുണ്ട്. ഇവിടെ പോലീസ് അതുപോലെ തന്നെ നാട്ടുകാരും പഞ്ചായത്ത് അംഗങ്ങളൊക്കെ ഇവിടെ കൂടിയിട്ടുണ്ട്. പക്ഷേ അവർക്ക് ആർക്കും ഇങ്ങനെയൊരു സംഭവത്തിൻ്റെ പിറകിലുള്ള ആ ഒരു കാര്യം എന്താണെന്ന് അറിയത്തില്ല. നമുക്ക് ഒരു വ്യക്തിയോട് നമുക്ക് തന്നെ ചോദിച്ചു നോക്കാം. വാർത്ത കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകർക്ക് അറിയാൻ ആഗ്രഹമുണ്ട്, എന്താണ് സംഭവിച്ചതെന്ന് വിശദമായിട്ടൊന്ന് പറയാമോ? പത്തനംതിട്ട ജില്ലയിൽ മല്ലപ്പള്ളി എന്ന് പറയുന്ന സ്ഥലത്ത് ഇന്ന് രാവിലെ ഒരു ദുരന്ത വാർത്തയാണ് അറിയുന്നത്. മല്ലപ്പള്ളി ഗ്രാമപഞ്ചായത്തിൽ 11-ാം വാർഡിലാണ് ഇങ്ങനെ ഒരു മരണം ഉണ്ടായത്. ആ വാർഡിലെ മെമ്പർ രോണി ജോസ് എന്ന് പറയുന്ന മെമ്പർ എന്നെ വിളിച്ചു പറയുന്നു. ഞാനൊരു മരണ വീട്ടിൽ രാവിലെ ചെന്നപ്പോഴാണ് എന്നെ വിവരം അറിയിക്കുന്നത്. ഞാൻ ഉടൻ തന്നെ ഈ വീട്ടിൽ വരികയും പുലിയൂരിശ്ശേരിയിൽ നിന്നാണ് വീട്ടുപേര്. രഘുനാഥൻ എന്നാണ് ഭർത്താവിന്റെ പേര്. ഭാര്യയുടെ പേര് സുധേ എന്നാണ്. 63 വയസ്സും 61 വയസ്സുള്ള ഭാര്യയും ഭർത്താവുമാണ്. ഒരു മകനാണ്. ആ മകൻ എറണാകുളത്താണ് ജോലി ചെയ്യുന്നത്. ഞാനിവിടെ വരുമ്പോൾ ബഹുമാനപ്പെട്ട മല്ലപ്പള്ളി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വിദ്യാമോളസ് ഉണ്ടായിരുന്നു. ഞങ്ങൾ ചെന്ന് നോക്കുന്ന സമയത്ത് അതായത് അടുക്കള ഭാഗത്ത് ഭാര്യ മരിച്ചു കിടക്കുന്നതായിട്ടാണ് നമുക്ക് ബോധ്യപ്പെട്ടത്. ഉറുമ്പരിക്കുന്ന ചെയ്തും കണ്ണിലെല്ലാം ഈച്ചകളും ഉണ്ടായിരുന്നു. ഭർത്താവിനെ കാണാഞ്ഞതുകൊണ്ട് ബഹുമാനപ്പെട്ട പ്രസിഡന്റ് സാന്നിധ്യത്തിൽ ഞങ്ങൾ അകത്ത് കയറുകയും മുറികൾ മൊത്തം നോക്കുകയും ചെയ്തപ്പോൾ അവിടെ കാണാൻ ഇല്ലായിരുന്നു. മൊബൈൽ വിളിച്ചപ്പോൾ നമുക്ക് കിട്ടിയില്ല. തിരിച്ച് ഞങ്ങൾ ഇറങ്ങി വരുമ്പോൾ ബഹുമാനപ്പെട്ട അൻസീം സാർ പോലീസുകാരൻ അവിടെ എത്തിയിരുന്നു. ഞങ്ങൾ തിരിച്ചു വന്നപ്പോൾ വെറുതെ ഒന്ന് ബാത്റൂമിൽ നോക്കിയപ്പോൾ ബാത്റൂമിൽ രഘുനാഥൻ എന്ന് പറയുന്ന ആള് തൂങ്ങിക്കിടക്കുകയാണ്. അങ്ങനെ രണ്ടുപേരുടെയും മരണം സ്ഥിരീകരിച്ചു. പിന്നീട് അന്നേരം തന്നെ പോലീസുകാർ വന്നു. പിന്നെ നാട്ടുകാരുടെ ഒക്കെ ഒരു സാന്നിധ്യം ഉണ്ടായിരുന്നു. ഇതാണ് ഇന്ന് ഓണവുമായിട്ട് ബന്ധപ്പെട്ട് ഞങ്ങൾക്ക് പറയാനുള്ളത്. ഞങ്ങളുടെ മൊത്തം ദുഃഖം, അതായത് ഞാൻ ഇതിന്റെ തൊട്ട ഒരു അയൽവാസിയാണ്. രവിചേട്ടൻ എന്നാണ് വിളിക്കുന്നത്. ഞങ്ങളുടെ എല്ലാവരുടെയും ഒരു ദുഃഖമാണ്. അല്ലാതെ ഞങ്ങൾക്ക് ഈ ന്യൂസിൽ പ്രത്യക്ഷപ്പെടാൻ വേണ്ടിയല്ല ഞങ്ങൾ സംസാരിക്കുന്നത്. ഞങ്ങൾക്ക് വളരെ ദുഃഖമുണ്ട്. പ്രത്യേകിച്ച് രണ്ടുപേരൊന്നിച്ച് മരിക്കുക അല്ലെങ്കിൽ എന്താണ് ബാക്കി കാര്യങ്ങൾ പോലീസാണ് പറയേണ്ടത്. ഫോറൻസിക്കാർ വരുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതിനുശേഷം ബോഡിയൊക്കെ മാറ്റും. ഇതാണ് നിലവിൽ പറയാനുള്ളത്.